ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ അങ്ങനെ മെയിൻ്റനൻസ് ഒക്കെ എന്തായാലും കഴിഞ്ഞ് നമ്മളെന്തായാലും ഗെയിമിലേക്ക് എന്തായാലും കയറിയിട്ടുണ്ട്. നമ്മുടെ ഈ ഫുട്ബോൾ 26 വന്നിട്ട് ഫസ്റ്റത്തെ മെയിൻ്റനൻസ് ആണ്. അപ്പോൾ എന്തൊക്കെ വന്നു എന്ന് എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ വന്നു എന്ന് എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ പുതിയൊരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് എന്ന് പറഞ്ഞൊരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും പാക്കൊക്കെ എന്തായാലും നമുക്ക് പിന്നെ നോക്കാം ഗൈസ്. നമുക്ക് എന്തായാലും മിഷൻസിൽ വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, അത് മറ്റേ ലോഗിൻ്റെ ഗെയിമാണ് ഗൈസ്. വേറെ ഒന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ്, വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ മിഷൻസിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. പിന്നെ നമ്മുടെ നോക്കാനുള്ള ഗൈസ് പാക്കാണ്. പാക്ക് നോക്കുവാണെങ്കിൽ പ്രീമിയം പാക്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. മാനേജർ പാക്കൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, നേരത്തെ വന്ന പാക്ക് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് എന്ന് പറഞ്ഞൊരു പാക്കാണ് ഗൈസ്. അതിനകത്ത് ബോണൂച്ചി ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ കോസ്റ്റക്കോട്ട, പിന്നെ വേറെ ഇതൊരു ചങ്ങായും കൂടി ഉണ്ട് ഗൈസ്, ഒരു ലെഫ്റ്റ് ബാക്ക്. അപ്പോൾ നമ്മുടെ ബോണൂച്ചിന് നോക്കുവാണെങ്കിൽ ബോണൂച്ചി ബിൽഡപ്പാണ് ഗൈസ്, ബോണൂച്ചി ബിൽഡപ്പാണ്. പിന്നെ കോസ്റ്റക്കോട്ട നമ്മുടെ ഡിഫൻസീവ് ഫുൾ ബാക്കാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്ക് തന്നെയാണ് ഗൈസ് അവർ കൊണ്ടുവന്നേക്കണത്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുണ്ട്. പ്ലെയർ ഓഫ് ദി വീക്കിൽ നമ്മുടെ യമാലുണ്ട് ഗൈസ്, യമാലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിക്കോ വില്യംസ്, പിന്നെ നമ്മുടെ ഡേവിഡ് റയ, പിന്നെ റിച്ചാലിസൺ, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സാണ് ഗൈസ്. പിന്നെ ഇക്കാടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്ക് വലിയ രസമില്ല ഗൈസ്, വലിയ രസമില്ലാത്തൊരു പ്ലെയർ ഓഫ് ദി വീക്കാണ് അവർ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ വേറെ പാക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഒരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാവേർട്സ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവർ ഇന്ന് മെയിനായിട്ടും കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ഗൈസ്, പിന്നെ കുറേ പേരുടെ അക്കൗണ്ട് മിക്കവാറും ഇന്ന് ബാനായിട്ടുണ്ടാവണം. കാരണം ഒരു ഫോർമേഷൻ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ എന്തായാലും ബാനായിട്ടുണ്ടാവണം ഗൈസ്. കൊനാമി തന്നെ നമ്മുടെ ഗെയിമിനകത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ച്. ഓക്കെ, പിന്നെ ഷോപ്പിനകത്തും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ മാച്ച് നോക്കുകയാണെങ്കിൽ മാച്ചിനകത്ത് എന്നും വരുന്ന പോലെ തന്നെ AI മാച്ചും PvP മാച്ചും കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞ് ഈ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രെയിനേഴ്സും പിന്നെ അതുപോലെ തന്നെ GPയും ബൂസ്റ്ററൊക്കെയാണ് ഈ ഇതിനകത്ത്. പിന്നെ നമ്മുടെ ഇറ്റാലിയൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും. അതെന്തായാലും കളിച്ച് എടുക്കാൻ നോക്കുക ഗൈസ്. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഈ ഒരു ഇവൻറ്റ്, അത് തിങ്കളാഴ്ച വന്ന ഇവൻറ്റാണ് ഗൈസ്. ഇത് കളിച്ച് കഴിഞ്ഞാൽ ഒരു നോമിനേഷൻ കോൺട്രാക്റ്റ് ഉണ്ട്. ഞാനിത് ഇന്നലെയാണ് ഗൈസ് കണ്ടത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അത് കളിച്ച് കോൺട്രാക്റ്റ് ടിക്കറ്റൊക്കെ എന്തായാലും എടുക്കുക ഗൈസ്. പിന്നെ നമ്മുടെ PvP മാച്ചാണ്. PvP മാച്ചിൽ എന്നും വരുന്ന പോലെ തന്നെ 50 ക്ലബ് കോയിൻ ഉണ്ടാവും. ഓക്കെ, 50 ക്ലബ് കോയിൻ എന്തായാലും അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അതും എന്തായാലും കളിച്ചെടുക്കുക. വേറൊന്നും പ്രത്യേകിച്ച് അവർ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് അവർ ഇന്ന് കൊണ്ടുവന്നേക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും മാച്ചൊക്കെ കളിച്ച് എന്തായാലും നമ്മുടെ ഫ്രീ സ്പിൻ എന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ്, നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ സ്പിൻ. നമുക്ക് എന്തായാലും കറക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്കാരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അക്കൗണ്ട് ബാൻ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും അതും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതിനകത്ത് എനിക്ക് ടാർഗറ്റ് പറയാനാണെങ്കിൽ ഗൈസ് നിക്കോ വില്യംസ് ടാർഗറ്റാണ്. പിന്നെ അതുപോലെ തന്നെ റിച്ചാലിസണും ടാർഗറ്റാണ് ഗൈസ്. ഇവർ രണ്ടുപേരാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നിക്കോ വില്യംസിൻ്റെ ഒരു കാർഡ് പോലും എൻ്റെ ഇല്ല ഗൈസ്. പിന്നെ അതുപോലെ തന്നെ റിച്ചാലിസിൻ്റെയും ഒരു കാർഡ് പോലും എൻ്റെ ഇല്ല. യമാലിനെ വേണ്ട ഗൈസ്, കാരണം യമാലിൻ്റെ കാർഡ് എൻ്റെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ റിച്ചാലിസിന് അല്ലെങ്കിൽ നിക്കോ വില്യംസിനെ കിട്ടണം. മെയിൻ ടാർഗറ്റ് നിക്കോ വില്യംസ് തന്നെയാണ്. നിക്കോ വില്യംസിന് അല്ലെങ്കിൽ റിച്ചാലിസിനെ കിട്ടണം. കൊനാമി തരുമോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും സ്പിൻ എടുക്കാം ഗൈസ്. ഹെർ വി ഗോ. കറക്കി നോക്കാം ടാർഗറ്റ് അടിക്കോ ഇല്ലയോ എന്ന് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. കറക്കിയിട്ടുണ്ട് എന്തായാലും. ആരാ നോക്കാം ഗൈസ്. ഓക്കെ, ഒരു ചുവന്ന ജേഴ്സി ആണ്. CF. ഓക്കെ, ലിവർപൂളിൻ്റെ CFനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ടാർഗറ്റ് അല്ലായിരുന്നു, എന്തായാലും കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്ലെയറെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നമുക്ക് ലിവർപൂളിൻ്റെ സെൻറ്റർ ഫോർവേഡിനാണ് കിട്ടിയേക്കണത്. എനിക്ക് തോന്നുന്നു ഇവൻ നിക്കോ വില്യംസിൻ്റെ അടുത്തൊന്ന് കിടക്കുന്ന പ്ലെയറാണ്. നോക്കി നോക്കാം എന്തായാലും. ഇവൻ്റെ പ്ലേയിങ് സ്റ്റൈല് ഡീപ്പ് ലൈൻ ഫോർവേഡാണ് ഗൈസ്. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും പ്ലെയർ ഓഫ് ദി വീക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ടാർഗറ്റിനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ.
ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഓക്കെ ഗൈസ്, നിക്കോ വില്യംസിൻ്റെ അടുത്ത് കിടന്ന പ്ലെയറാണ്. എന്നാൽ പിന്നെ ഇവന്മാർക്ക് നിക്കോ വില്യംസിന് എനിക്ക് തന്നുകൂടെയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.